ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് നമ്മൾ ഒരു ബോഗി ഫുള്ള് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ അവിടുത്തെ പരിപാടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മൊത്തം അന്ന് ഇതിപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയായിരുന്നു. അപ്പം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു. ഞാൻ ഇന്ന് ലോക്കലിലാണ്, എപ്പോഴും ലോക്കലിൽ തന്നെയാണ്. ഇതേപോലത്തെ ഒരു ബസ്സിൻ്റെ കൂട്ടത്തിൽ സീറ്റ് ചെയ്ത് ആദ്യമായിട്ടാണ്. അപ്പം ഇവിടെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിൻ്റെ അടിയിലാണെങ്കിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫ്രണ്ടിലേക്ക് ഒരു ബസ് മയം അത്രേ ഉള്ളൂ. അപ്പം കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അപ്പോൾ നമ്മൾ തിരുവനന്തപുരം നമ്മുടെ P2P ട്രിപ്പ് ഇവിടെ തീരുവാണ്. ഇനി നമ്മൾ പാറശാലയിലോട്ടില്ല. ലാസ്റ്റ് പാറശാല റിട്ടേൺ വ്ലോഗ് ആയിരിക്കും ഇത്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോഴ്സ് നോക്കാൻ വേണ്ടിയാണ്. ചില സാഹചര്യ കാരണം വെച്ച് ആ കോഴ്സ് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. പാറശാലയിൽ കയറി നെയ്യാറ്റിൻകര എത്തിയിട്ടില്ല. അതിന് മുമ്പത്തെ എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകര എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അറിഞ്ഞുകൂടാ, ഞാൻ ഇവിടെ നിന്ന് ഫോണിൽ കളിക്കുന്ന സമയത്ത് എത്തിയോന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന്. ഈ ഒരു ലഗേജ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാല് നൂത്ത് വയ്ക്കാൻ സ്ഥലമില്ല. ഞാൻ ചിലപ്പോൾ ഈ ഹെൽമെറ്റ് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് വരാൻ ഗൈസ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി ചിലപ്പോൾ ഇനി തൊട്ട് വേറെ സ്ഥലത്ത് പോകുന്നതും ചിലപ്പോൾ നാളെ നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാം ഷോർട്സ് ആക്കി ഇടാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം വെച്ചാൽ ഫുൾ വീഡിയോ ഇടുമ്പം എനിക്ക് വ്യൂസ് വരും, ഷോർട്സ് ഇടുമ്പോൾ പക്ഷേ ഭയങ്കരമായിട്ട് കയറുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടാത്തത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ വ്ളോഗല്ല, ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഈ സൈഡിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ നെയ്യാറ്റിൻകര എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ ലൊക്കേഷൻ ഈ സൈഡിലാണ് കൊടുത്തേക്കാം. ഇപ്പം ഞാൻ എവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കറക്റ്റ് അറിഞ്ഞൂടാ. എന്തായാലും നെയ്യാറ്റിൻകര എത്താറായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. ലോക്കലായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് കേരളത്തിലല്ല, ഇന്ന് ഭാരത് ബന്ദ് ആയതുകൊണ്ട് തന്നെയും ബസ് ഒറ്റ പ്രൈവറ്റ് ബസ്സോ ഒറ്റ KSRTC ഇല്ല. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര വെക്കേണ്ട നമ്മളെ വണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ കൊല്ലത്താണ് വെച്ചിട്ട് അതിപ്പോൾ ഞാൻ വണ്ടിയിലല്ല ആക്ച്വലി വരാതിരുന്നത്. ഞാൻ ബസ് കയറി അവിടുന്ന് കൊട്ടാരക്കര വന്നിട്ട് കൊട്ടാരക്കരയിൽ ട്രെയിൻ കയറിയിട്ട് പിന്നെ പാറശാല വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ബസ്സില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി കൊണ്ട് കൊല്ലത്ത് വെച്ചു. പക്ഷേ ആ വണ്ടി എടുത്തത് എനിക്ക് കാര്യം ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വണ്ടി ഇല്ലാതെ പറ്റത്തില്ല. ബസ്സിനകത്ത് കൊണ്ടുപോകുന്നത് ഭയങ്കര പാടുള്ള കാര്യമായിരിക്കും. എന്തായാലും അത് നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കൊല്ലം വരെ കൊട്ടാരക്കര എത്തിയപ്പോഴത്തേന് കൊട്ടാരക്കരയിൽ നിന്ന് ട്രെയിൻ ഒന്നുമില്ല. ഇനി വൈകുന്നേരം ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊല്ലത്തേക്ക് പോയത്. ഇത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പം നെയ്യാറ്റിൻകരയൊക്കെ എത്തിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുക്കാൻ കഴിയും. എനിക്കിപ്പം എഡിറ്റ് ചെയ്യാൻ കുറച്ച് ഷെഡ്യൂൾ ചെയ്തിടാനുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുക്കുന്നത്. ഗൈസ്, നമ്മൾ എവിടെ എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ നെയ്യാറ്റിൻകര ആയിരിക്കാം ഈ ഒരു സ്ഥലം. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിൽ പോയി എൻ്റെ കാലൊടിയേണ്ടതായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് അത് ലോക്കൽ ട്രെയിനായിരുന്നു, അപ്പോൾ മെമു ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നു ഈ തിട്ട കയറി വന്ന് ഞാൻ കണ്ടില്ല, കാലെടുത്ത് വെച്ച് നോക്കി കാലൊടിയേണ്ടതായിരുന്നു. നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നത് നെയ്യാറ്റിൻകര നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം എത്തിയെന്ന് തോന്നുന്നു. ഏകദേശം തിരുവനന്തപുരം എത്തുമ്പോഴാണ് ഇതുപോലെ ട്രെയിൻ ഇങ്ങനെ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിൻ്റെ നെയ്യാറ്റിൻകരയൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. രണ്ട് സൈഡിലും സ്റ്റേഷൻ തന്നെ ആയിരിക്കും.
തിരുവനന്തപുരം തന്നെയാണ് ഗൈസ്. നെയ്യാറ്റിൻകര കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അറിയാഞ്ഞത്. വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഒരു കോൾ കിട്ടില്ലായിരുന്നു. അപ്പോൾ കോളിനകത്തായതുകൊണ്ടാണ് ഞാൻ അറിയാഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് ഗൈസ്. ലോക്കലി ഇന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ ആളൊന്നുമില്ല, ഫുള്ള് കാര്യമാണ്. അപ്പം ഇത് തിരുവനന്തപുരമാണ് ഗൈസ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് ഫോണിൽ കുത്തിയപ്പോഴത്തേന് സ്ഥലം മാറി. ഞാൻ വെച്ച് നെയ്യാറ്റിൻകര എത്താൻ പോകുന്നേ ഉള്ളെന്ന് വിചാരിച്ചാണ്. ഇത് തിരുവനന്തപുരമാണ് ഗൈസ്. ആണ് തിരുവനന്തപുരം സെൻട്രലായി. അപ്പം നമ്മുടെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് എടുത്തെന്ന് വെച്ചാൽ വണ്ടിയിൽ വന്ന് അതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തു. പിന്നെ മെത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ടുണ്ട്. ലോക്കലായതുകൊണ്ട് തന്നെയും ഇന്ന് വലിയ ആളില്ല ഇവിടെ നിന്നും. ഇതിനകത്ത് ഇന്നൊന്നും ആളില്ല. ഇത് ഇത്രയും ഭാഗം മൊത്തത്തിൽ ഒഴിഞ്ഞ് കിടക്കുവാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി പോകാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നിന്ന് മൊത്തം ശക്തി കയറിയപ്പം ഇതിനകത്ത് നമുക്ക് പോകാമായിരുന്നു ഗൈസ്. കയറാൻ നേരത്തെ അത് തുറന്നിട്ടേക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്ത് സെക്കൻഡ് ക്ലാസ് ആണ് ഗൈസ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് സെക്കൻഡ് ക്ലാസ് ആണ്. അതുകൊണ്ടായിരിക്കാം അത് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ കയറാൻ നേരത്ത് ഈ ഒരു സെക്ഷൻ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി അവർ അടച്ചിട്ടേക്കുന്നതായിരിക്കാം. വെച്ചിട്ടുണ്ട്. ഞാൻ ഹെൽമെറ്റ് ഒന്ന് ഒതുക്കിയിട്ട് എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ സെൻട്രലിൽ ഇറങ്ങി ഒന്നുമില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരും. എന്തായാലും ഈ ട്രെയിനിൽ നിൽക്കുമ്പോഴേ നമുക്ക് വിസിലടിക്കും. അപ്പോഴത്തേക്കും നമുക്ക് വന്ന് ചാടിക്കയറാം. ഇത് സെക്കൻഡ് ക്ലാസ് അല്ലേ ഗൈസ്. ഇതും ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, സെക്കൻഡ് ക്ലാസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. സ്ലീപ്പർ അവിടെ സെക്കൻഡ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇപ്പുറത്തേക്കുള്ള അടച്ചത് തന്നെ. സോറി ഗൈസ്, ഈ ട്രെയിനല്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രെയിനാണ് അത് ഓപ്പൺ ആയിരുന്നത്. ഇവിടെ ക്ലോസ് ആണ്. ഇതിന് എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലേ ഒന്നും ആയില്ലെങ്കിൽ ഒരു 5-20 ഡിലേ ആണ്. ഓൾറെഡി ഒരു 5 മണിയാകുമ്പോൾ എത്തുമായിരുന്നു. പക്ഷേ വീണ്ടും ഒരു 20 മിനിറ്റ് കൂടെ ഡിലേ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5:20, 5:30 ആകുമ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ കഴിഞ്ഞ വ്ലോഗിനകത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ജസ്റ്റ് വെച്ച് ഇരിക്കുമായിരുന്നു. അപ്പം മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ വരും. ഇന്ന് മൈക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് മൈക്ക് യൂസ് ചെയ്യാത്തത്. പെട്ടെന്നുള്ളൊരു ഇതാണ്. നാളെ നമുക്ക് നാളെ ഒരിടം വരെ പോകുന്നുണ്ടായതുകൊണ്ട് തന്നെയും പെട്ടെന്ന് ഈ സാധനമൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇറങ്ങിയത്. ഇന്ന് ഭാരത് ബന്ദ് ആയിട്ടും ഞാൻ ഇറങ്ങിയതിൻ്റെ കാര്യം വെച്ചാൽ ഇതാണ്. ഇനി ഇങ്ങോട്ടില്ല, പാറശാലയ്ക്കില്ല. നമ്മളിനി അവിടെയൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഏകദേശം 1 മാസമായി ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പം ചില സാഹചര്യം കാരണം ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതായത് പിടിച്ച് ക്യാമറയോട് ഭയങ്കര വല്ലാത്തൊരു ഇതാണ് പൈസ കാണിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പൈസ കാണിക്കാത്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ട്രെയിൻ എടുക്കുമെന്ന് ഇവിടുന്ന്. എന്തായാലും നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. സെൻട്രലിലെത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെയും ഈ ലോക്കലിനകത്ത് ആരുമില്ല. പക്ഷേ ഈ ഒരു റോഡിക്കകത്ത് കൂടിപ്പോൾ ഒരു 10-30 പേര് കാണും. അതിൻ്റെ അപ്പുറത്തേക്കില്ല. നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഞാൻ കയറിയ ആ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുത്തൻ ടിക്കറ്റ് എടുക്കാതെ കയറിയിട്ട് ഏകദേശം 530 രൂപയോളം ഫൈൻ കൊടുത്തത്. എന്നുവെച്ചാൽ 50 രൂപയുടെ ടിക്കറ്റിന് 550 രൂപ അവൻ വാങ്ങിച്ചെന്നുള്ളതാണ്. ലാഭമായിരുന്നെന്ന് തോന്നുന്നു അവനത്. അതുകൊണ്ട് 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക, ഇതിനകത്ത് കയറിയതിന് ആ ഒരു 530 രൂപ പോകത്തില്ല. വെറും 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം. തമ്മിൽ പറഞ്ഞാൽ ഇപ്പോൾ ഐഫോണും ഒരു പവർ ബാങ്കും ഇപ്പം എൻ്റെ കൂടെ എവിടെയും ഉണ്ട്. കാരണം എനിക്ക് എവിടെ പോയാലും ഞാൻ ഇപ്പം വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. TT ചെയ്യാണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്സ് ആയിട്ട് വരും, ചിലപ്പോൾ വീഡിയോ ആയിട്ട് തന്നെ ഇടും. കാരണം ഇവിടെ അമ്മ TT വന്നു, നമ്മളൊരു ടിക്കറ്റ് മേടിച്ചു. അങ്ങനെയായിട്ടുള്ള അവരധികം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റാണ്. ടിക്കറ്റ് എടുക്കാതെ കുറേ വാക്കുകൾ ഇതിനകത്ത് ചാടി കയറും. അവർക്കാണ് ഇതിനകത്ത് വിഷയം വരുന്നത്. ഗൈസ് അങ്ങനെ വലിയൊരു പോസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ട്രെയിൻ ഇവിടുന്ന് എടുത്ത് ഗൈസ് പോവുകയാണ്. അങ്ങനെ കൊല്ലത്ത് എങ്ങനെ എത്തുമ്പോൾ ഒരു 5-5:30 ആവും. നല്ല ഡിലേ ആക്കി. തിരുവനന്തപുരം സെൻട്രൽ വന്നിട്ട് തന്നെ ഇപ്പോൾ 1 മണിക്കൂറോളമായി. ഇരുന്ന് വൈകുന്നേരം ഇറങ്ങി ഗൈസ്. ഇരുന്ന് നേരെ ഇറങ്ങി. പൈസ ഇടയ്ക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. Please carry valid journey ticket for platform tickets important in the platform. അങ്ങനെ നമ്മൾ ട്രെയിന് നീങ്ങി തുടങ്ങി. ഇനി ഇതെവിടെ ഇനി പിടിച്ചിരുന്നതെന്ന് പറഞ്ഞുകൂടാ. വീട്ടിൽ എത്തുമ്പോൾ എങ്ങനെയായാലും ഒരു 7-8 മണിയാവും. ഓക്കെ, ഇവിടെ ഒന്നും ആരുമില്ല. അപ്പുറത്തൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പുറത്തും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എന്തിനായാലും പിടിച്ചിരുന്നതായിരിക്കും അവിടെ. എനിക്കൊന്ന് വേറെ ഏതെങ്കിലും ട്രെയിൻ പോകാൻ വേണ്ടി പിടിച്ചിരുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രിൽ നിന്ന് പേട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ബോർഡ് കാണാം. പേട്ട എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തങ്ങ് ആരും കയറുന്നില്ല. അതിലേക്ക് കയറി ചുമ്മാ കണ്ടില്ലായതുകൊണ്ട് ഓക്കെ. ആൾക്കാർക്ക് കയറാം. അങ്ങനെ പേട്ടയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്.